പറഞ്ഞത് നിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവൂന്ന്. 1 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ എന്ത് പറയുമെന്ന് ടെൻഷൻ അടിച്ച് എല്ലാവരും പുറത്തിരിപ്പുണ്ട്. നിനക്ക് ഞങ്ങൾ ആരെയും വേണ്ടേ രാജു? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നീ ദൂരേക്ക് പോകാൻ തീരുമാനിച്ചോ? അങ്ങനെ പോവാൻ നിനക്കാവൂ രാജു? നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? നീയല്ല എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അച്ഛനോട് പറയാൻ നല്ല തിടുക്കുമായിരുന്നല്ലോ. അച്ഛന്റെ പുറത്തു നിൽപ്പുണ്ട്. ചെന്ന് അച്ഛനോട് പറയും ഞാൻ നിന്റെ ഭാര്യയല്ലെന്ന്. നീ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന എന്റെ അച്ഛന്റെ വിശ്വസ്തനായിരുന്നില്ലേ നീ? ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ആള് തന്നെയാ നീ എന്ന് ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറ. എണീക്ക് രാജു, കണ്ണു തുറന്നു എണീക്ക് പ്ലീസ് രാജു. ഞാൻ ക്ഷേത്രത്തിൽ നിനക്ക് വേണ്ടി പൂജ നടത്തി പ്രസാദം ഇത്. നിന്റെ നെറ്റിയിൽ പ്രസാദം തൊടിക്കാന് ഞാൻ ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. നീ വെറും പാവമാണെന്ന് എനിക്കറിയാം രാജു. നിന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആള് ഞാനായിരിക്കുമല്ലേ? എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ലട. എന്നെ വിട്ട് പോലെ രാജു. എനിക്ക് നിന്നെ വേണം. നിന്റെ സ്നേഹം വേണം. ഈ ജന്മങ്ങളും എനിക്ക് നിന്റെ ഭാര്യയായിട്ട് നിന്റെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടാവണം. എന്നെ വിട്ട് പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല രാജു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ കണ്ണോർക്കത്തിനെന്താ? അപ്പൊ നിനക്കെന്നെ വേണ്ടല്ലേ? എന്നെ തനിച്ചാക്കി നിനക്ക് പോണമല്ലേ? ഇല്ല രാജു, എന്റെ പ്രണയം സത്യമുള്ളതാ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന. നിന്റെ പ്രാണൻ ഈ ശരീരം വിട്ടു പോയാ പിന്നെ ഈ ഹൃതികൻ ജീവിച്ചിരിക്കില്ല. എന്റെ അച്ഛൻ പ്രതാപവർമ്മയെ മനസ്സിൽ വിചാരിച്ച് ആണയിട്ട് ഞാൻ പറയുന്നു, നീ മരിച്ച അടുത്ത നിമിഷം ഈ ഹൃതികയും മരിച്ചിരിക്കും. രാജു, എനിക്കറിയാം എന്നെ വിട്ട് നിനക്ക് പോകാനാവില്ല. നിന്നെ സ്നേഹിക്കുന്നവരെ തനിച്ചാക്കി നീ എവിടെയും പോവില്ല. ഐ ലവ് യു രാജു, ഐ ലവ് യു. രാജുവിനെ സുഖമായി തുടങ്ങിയെന്ന്
ഞാൻ എല്ലാവരോടും പോയി പറയട്ടെ. എല്ലാവരോടും പറഞ്ഞിട്ട് വരാം രാജു. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒരുപാട് അകലെയായിരുന്നു മാഡം. പരിചയമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ, പരിചയമില്ലാത്ത ആളുകളുടെ താളം, ശാന്തത, മരവിപ്പിക്കുന്ന കാഴ്ചകൾ. ഒടുവിൽ എല്ലാം ഇരുട്ടിലേക്ക് മറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഋതിക മാഡത്തിന്റെ ശബ്ദം ദൂരെ എവിടെ നിന്നോ കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടിടത്തേക്ക് ഞാൻ വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോ ഋതിക മാഡം കരയുകയായിരുന്നു. ഋതിക മാഡം സംസാരിച്ച വാക്കുകളിൽ നിന്നും എന്നെ ഋതിക മാഡം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോ ദാ കണ്ണു തുറന്നു. പക്ഷേ ഞാൻ ധർമ്മസങ്കടത്തിലാണ് മാഡം. മാഡത്തിനോടുള്ള കരുതലും ബഹുമാനവും, മാഡത്തിനോടുള്ള അടുപ്പവും സ്നേഹവും ഒരിക്കലും പ്രണയമാകരുതെന്ന് ആഗ്രഹിച്ച ആളാ ഞാൻ. എന്റെ ജീവനെ പോലും പിടിച്ചു നിർത്താൻ കൽപ്പുള്ള ഋതിക മാഡത്തിന്റെ ദൈവികമായ പ്രണയം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ ആ പ്രണയം അനുഭവിക്കാൻ ഞാൻ അർഹനാണോ എന്ന ചിന്ത എന്റെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യാണ് മാഡം.